വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ ഇനി ടൈപ്പ് 2 ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്പ് 1 നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ടൈപ്പ് 2 കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ടൈപ്പ് 2 ആകുമ്പോൾ എങ്ങനെയാണ് ടൈപ്പ് 2 ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോയും എന്തൊക്കെ തന്നിട്ടുണ്ടാകും? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ടാകും, ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ നമുക്ക് തന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഒരു വാക്ക് അവിടെ ഉണ്ടാകും, ഈക്വലി എന്ന വാക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 2 ആണ് എന്നുള്ളത് ഓർത്തോളാം. അപ്പൊ ടൈപ്പ് 2 ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ടൈപ്പുകളായിട്ട് തിരിച്ച് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മക്കളെ, നമ്മുടെ ഓൺ എക്സാമിന്റെ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. വെറും 20 ദിവസം അതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാം സെറ്റാക്കി നിങ്ങളുടെ ഓൺ എക്സാമിന്റെ റിസൾട്ടിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഇന്റൻസ് ബാച്ച് ആയിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ച് അഡ്മിഷൻ എടുത്തോളാം. അക്ഷയ ആൻഡ് ഭാരതി 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള റേഷ്യോ 3:2. അതാദ്യം നമ്മൾ എഴുതി വെക്കുക. അക്ഷയ് ഈസ്റ്റ് ഭാരതി എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ തന്നെ എഴുതാം 3:2 എന്നാൽ 3 + 2 5 അല്ലേ. അപ്പോൾ 3/5 2/5 എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ദിനേഷിനെ അഡ്മിറ്റ് ചെയ്തു. ദിനേഷിന്റെ ഷെയർ എത്രയാണ്? 1/5 which he gets equally from all partners. ആ വാക്കുണ്ട്, ഈക്വലി ഉണ്ട്. അപ്പോൾ അതെന്താണ്? അത് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 2 ആകുമ്പോൾ വെറുതെ ഓർത്തോളാം, ആ പുതിയ ആളുടെ ഷെയറിന് × 2 ചെയ്യാം. താഴെ മുകളിലും × 2 ചെയ്യാം. താഴെ മുകളിൽ × 2 ചെയ്യുമ്പോൾ ഏത് ചോദ്യമാണെങ്കിലും ടൈപ്പ് 2 വരുമ്പോൾ ഈക്വലി എന്ന് വരുമ്പോൾ × 2 ചെയ്തോളാം. 2 ചെയ്യുമ്പോൾ 2/10. ആക്ച്വലി ഇതിനൊക്കെ ലോജിക് ഉണ്ട്, പക്ഷേ മേ ബി അങ്ങനെ ലോജിക് എല്ലാം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ഷോർട്ട് ട്രിക്ക് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ 2/10 ആയി. താഴെ മുകളിലും × 2 ചെയ്ത് ഏത് നമ്പർ ആണെങ്കിലും 2 വെച്ച് × ചെയ്താൽ മതി. ഇനി ഇതിനെ പകുതിയാക്കി 2/10 എങ്ങനെ നമുക്ക് പകുതിയാക്കാൻ പറ്റും? 1/10 + 1/10 അതല്ലേ 2/10. അതല്ലാതെ 1/5 + 1/5 അല്ല 2/10. ഫ്രാക്ഷനെ നമുക്ക് നേരെ അങ്ങനെ പ്ലസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 2/10 പകുതിയാക്കുമ്പോൾ ഡിനോമിനേറ്റർ താഴെയുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. 2 ആണ് അവിടെ പകുതിയാവുള്ളൂ. 1/10 1/10. ഇതിന്റെ അർത്ഥം എന്താണ്? ദിനേശിന് ഇനി 1/5 അല്ല, ദിനേശിന് കിട്ടിയത് 2/10 എന്നാണ് നമ്മൾ എടുക്കുക. അതിൽ he gets equally from all the partners. എന്റെ ബിന്റെ കയ്യിൽ നിന്ന് ഈക്വലി ആയിട്ട് കിട്ടിയെന്ന്, അതായത് 1/10 കിട്ടിയത് എന്റെ കയ്യിൽ നിന്നാണ്, 1/10 കിട്ടിയത് ബിന്റെ കയ്യിൽ നിന്നാണ്. അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ എന്റെ ന്യൂ ഷെയർ കാണും? എന്റെ പുതിയ ഷെയർ എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ ഷെയർ 3/5 ആണ്. അതിൽ നിന്നാണ് എ എന്ത് ചെയ്തത്? ഈ പറയുന്ന ഡിക്ക് 1/10 കൊടുത്തത്. അപ്പൊ -1/10 ചെയ്യാം. അതുപോലെ തന്നെ ബിന്റെ ന്യൂ ഷെയർ കാണാൻ സെയിം വേ. ബിന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണും? ബിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ബീസ് ന്യൂ ഷെയർ. ബിന്റെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? ഇവിടെ നോക്കിയാൽ 2/5 ആയിരുന്നു. അതിൽ നിന്നാണ് എന്ത് ചെയ്തത്? 1/10 കൊടുത്തത് ഡിക്ക്. അപ്പോൾ 1/10 ജസ്റ്റ് കുറച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു, 20 രൂപ ഫ്രണ്ടിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി കയ്യിൽ എത്രയുണ്ട്? 100ൽ നിന്ന് 20 കുറച്ചാൽ 80. ഇവിടെ അത് ഫ്രാക്ഷൻ ആയിരുന്നുള്ളൂ. ഇനി നോക്കി, ഇവിടെ 3/5, ഇവിടെ 1/10 അങ്ങനെ കിടക്കുന്നത് അല്ലേ. ഫ്രാക്ഷൻ പ്ലസോ മൈനസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇതൊക്കെ ടൈപ്പ് 1 നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ 5 + 10 15 ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല, രണ്ടും ഒരേപോലെ ആവണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, 5നെ 10 ആക്കാൻ എന്താ വഴി? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്ത് വേണം ഈക്വൽ ആക്കാൻ. 5നെ 10 ആക്കാൻ എളുപ്പം × 2 ചെയ്താൽ പോരെ. ഒരു ഫ്രാക്ഷന് താഴെ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ തന്നെ മുകളിലും ചെയ്താലാണ് അത് ഈക്വൽ ഫ്രാക്ഷൻ ആവുള്ളൂ. അപ്പൊ × 2 ചെയ്തു. അപ്പൊ ഇതെന്തായി? 3 × 2 6, 6/10 -1/10 = 5/10. ഇതാണ് എന്റെ പുതിയ ഷെയർ. ഓക്കെ, ഇതുപോലെ തന്നെ ബിന്റേതും 2/5 -1/10. ഡിനോമിനേറ്റർ അതായത് ഫ്രാക്ഷൻ താഴെയുള്ള ഭാഗം ഒരേപോലെ അല്ല, അത് ഒരേപോലെ ആക്കണം. 5 10 ആക്കാൻ എന്ത് ചെയ്താൽ മതി? × 2 താഴെ ചെയ്താലും മുകളിലും ചെയ്യുക. അപ്പൊ എന്തായി? 4/10 -1/10 = 3/10. ഓക്കെ, ബിന്റെ ന്യൂ ഷെയർ കിട്ടി. ഇനി ഡീന്റെ തരാനില്ലല്ലോ. ഡീന്റെ നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? 2/10 എന്ന് പറഞ്ഞാണ് ഇനി എടുക്കുക. 5/10 3/10 2/10 എല്ലാം ഡിനോമിനേറ്റർ 10ലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നേരെ എഴുതിയാൽ മതി. 5:3:2 ഇതാണ് ന്യൂ റേഷ്യോ.
ഇതാണ് ടൈപ്പ് 2. ഇങ്ങനെ ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5 അങ്ങനെ 5 ടൈപ്പ് ഉണ്ട്. ആ 5 ടൈപ്പ് അല്ലാതെ ഒരു രീതിക്കും ക്വസ്റ്റ്യൻ വേറെ എക്സാമിന് വരില്ല. ആ 5 ടൈപ്പും ഈസിയാണ്. ഇപ്പോൾ 2 ടൈപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ടൈപ്പ് 3 വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ടൈപ്പ് 3 എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.